ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രഡിക്ഷൻസ്, നാളത്തേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുമോ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുമോ, അതേപോലെ തന്നെ പുട്ട് ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, കോൾ ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രഡിക്ഷൻ എന്തായിരുന്നു നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് പറഞ്ഞത്. സൈഡ് വേസ് ടു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് സൈഡ് വേസ് ടു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആയത്. അപ്പം നമ്മൾ പ്രോഫിറ്റിൽ തന്നെയാണ്. ഇനി നാളത്തെ മാർക്കറ്റിൽ മെയിൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഈ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ പാടില്ല. ഈ ബോക്സിന് മുകളിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നാൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. 2 ടാർഗറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ആ 2 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നാളത്തേക്കുള്ള സപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 22,259 നാളത്തെ സപ്പോർട്ട് വരുന്നത്. റെസിസ്റ്റൻസ് വരുന്നത് 22,387. ഈ 2 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. ഇതിനുള്ളിൽ എൻട്രി എടുക്കാൻ പാടില്ല. മാർക്കറ്റ് സൈഡ് വേസ് ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി 48,605, അതേപോലെ തന്നെ 48,638. ഇത് രണ്ടും നല്ല റെസിസ്റ്റൻസ് സോണുകളാണ്. ഇതിൻ്റെ മുകളിൽ, അതായത് 48,649 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആയിട്ട് ബുള്ളിഷ് സിഗ്നൽ തന്നാൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ കോൾ സൈഡിലേക്ക്. അതേപോലെ തന്നെ സപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 48,431, അതേപോലെ തന്നെ 48,365. ഇത് നല്ല സപ്പോർട്ട് സോൺസ് ആണ്. ഇത് എല്ലാവരും നിങ്ങൾ മാർക്ക് ചെയ്യുക നിങ്ങളുടെ ചാർട്ടിൽ. നാളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സൈഡ് വേസ് ടു ഗ്യാപ്പ് അപ്പ് ആയി. നമ്മൾ പ്രോഫിറ്റിലാണ്. ഈ ബോക്സിന് മുകളിൽ ക്രോസ് ചെയ്താൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ ബോക്സിന് വെളിയിൽ നല്ലൊരു ബുള്ളി സിഗ്നൽ തന്നു. അതേപോലെ തന്നെ കോൾ സൈഡിലേക്ക് നല്ലൊരു റാലിയും തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. ഇനിയും അതിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ മേജർ സപ്പോർട്ട് വരുന്നത് പറഞ്ഞാൽ 13,667 സപ്പോർട്ട് വരുന്നത്. റെസിസ്റ്റൻസ് ഏരിയ ഒന്നുമില്ല. കോൾ സൈഡിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടാൻ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അടുത്തത് നാളെ ഗ്യാപ്പ് അപ്പ് ആകുമോ ഗ്യാപ്പ് ഡൗൺ ആകുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവാനാണ് ചാൻസ് കൂടുതൽ. സൈഡ് വേസ് ടു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് മാർക്കറ്റ് സൈഡ് വേസ് ഓപ്പൺ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഉടനെ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. അത് പുട്ടാണെങ്കിൽ കോൾ ആണെങ്കിൽ ഉടനെ തന്നെ എക്സിറ്റ് ചെയ്ത് മാറുക. പിന്നെ ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു ലോട്ട് പുട്ട് ആഡ് ചെയ്യുക, 1-2 ലോട്ട്. എന്നിട്ട് ഗ്യാപ്പ് ഫില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ഇതാണ് നാളത്തേക്കുള്ള നമ്മുടെ പ്രഡിക്ഷൻസ്. അപ്പോൾ ഇനി നാളത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്.